നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ ഉഷ്ണതരംഗം കടുക്കുന്നു. കുടിവെള്ളമില്ലാതെ വലഞ്ഞ് 10,000-കണക്കിന് ഉപഭോക്താക്കൾ. UK-യിലെ കെന്റ് കൗണ്ടിയിൽ ഉഷ്ണതരംഗത്തെ തുടർന്ന് കുടിവെള്ള വിതരണം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെട്ടതോടെ 12,400-ലധികം ഉപഭോക്താക്കൾ കടുത്ത പ്രതിസന്ധിയിലായതായി സൗത്ത് ഈസ്റ്റ് വാട്ടർ അറിയിച്ചു. കൗണ്ടിയിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന പ്രവചനങ്ങൾക്കിടയിലാണ് ജനങ്ങൾക്ക് ഈ ദുരിതം നേരിടേണ്ടി വന്നിരിക്കുന്നത്. കടുത്ത ചൂടിൽ ജലത്തിൻ്റെ ഉപയോഗം പെട്ടെന്ന് വർദ്ധിച്ചതും പൈപ്പ് ശൃംഖലയിലുണ്ടായ പൊട്ടലുകളും ചോർച്ചകളുമാണ് പ്രതിസന്ധിക്ക് കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. വിറ്റ്സ്റ്റബിൾ പോലുള്ള പ്രദേശങ്ങളിൽ ബുധനാഴ്ച വൈകുന്നേരം മുതൽ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പരാതിപ്പെട്ടു. നിലവിൽ വിറ്റ്സ്റ്റബിളിൽ മാത്രം 3,500ഓളം ഉപഭോക്താക്കൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ക്രാൻബ്രൂക്കിലെ കുടിവെള്ള സംഭരണികൾ അപകടകരമായ രീതിയിൽ താഴ്ന്ന നിലയിലാണ്. കൂടാതെ ഹെഡ്കോൺ, ഹേൺബെത്ത് ഉൾപ്പെടെയുള്ള മറ്റ് 8ഓളം പ്രദേശങ്ങളിൽ 8,000-ലധികം ആളുകൾക്ക് കുറഞ്ഞ മർദ്ദത്തിലാണ് വെള്ളം ലഭിക്കുന്നത്. ടാങ്കറുകൾ ഉപയോഗിച്ച് സംഭരണികളിലേക്ക് വെള്ളം എത്തിക്കാനും പൈപ്പ് അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വാരാന്ത്യം മുഴുവൻ ജലവിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ വെള്ളം കുടിക്കാനും പാചകം ചെയ്യാനും ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് കമ്പനി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. UK ഹെൽത്ത് കെയറിൽ വൻ സുരക്ഷാ വീഴ്ച. ക്രിമിനൽ പശ്ചാത്തലമുള്ള നഴ്സുമാർ വർഷങ്ങളോളം ജോലി ചെയ്തു. UK-യിലെ നഴ്സിംഗ് മേഖലയെ നിയന്ത്രിക്കുന്ന പൊതു സംവിധാനമായ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന് സംഭവിച്ച ഗുരുതരമായ സുരക്ഷാ വീഴ്ച മൂലം ക്രിമിനൽ പശ്ചാത്തലമുള്ള 15 നഴ്സുമാർ UK-യിലെ NHS-ൽ വർഷങ്ങളോളം തടസ്സമില്ലാതെ ജോലി ചെയ്തതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു. മുൻപ് തന്നെ വിലക്കേർപ്പെടുത്തേണ്ടിയിരുന്ന 15ഓളം ജീവനക്കാരാണ് കൗൺസിലിൻ്റെ പരിശോധനാ പരാജയം കാരണം 12 വർഷത്തോളമായി രോഗികളുമായി നേരിട്ട് ഇടപഴകുന്ന ജോലിയിൽ തുടർന്നത്. ഒരു വിസിൽ ബ്ലോവർ നൽകിയ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ 12 വർഷത്തെ 18,000-ലധികം അപേക്ഷകൾ പുനഃപരിശോധിച്ചപ്പോഴാണ് ഈ ഭയാനകമായ വീഴ്ച കണ്ടെത്തിയത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ മോശം ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയോ ചെയ്ത 421 കേസുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 15 പേർ ഉടനടി പുറത്താക്കപ്പെടേണ്ടവരാണെന്ന് സ്ഥിരീകരിച്ചു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ചീഫ് നഴ്സിംഗ് ഓഫീസർ പ്രൊഫസർ ലിൻ വോൾസി ഈ സംഭവത്തെ ഞെട്ടിക്കുന്ന പരാജയം എന്ന് വിശേഷിപ്പിച്ചു. ഇത് നഴ്സിംഗ് സമൂഹത്തിന് പൊതുജനങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തെ തകർക്കുന്നതാണെന്നും സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. മുൻപും അഴിമതിയും വംശീയ അധിക്ഷേപങ്ങളും ഉയർന്നതിനെ തുടർന്ന് NMCയുടെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. കഴിഞ്ഞ 20 മാസത്തിനിടെ ഇത്തരം കുറ്റങ്ങൾക്ക് 18 പേരെ കൗൺസിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുമുണ്ട്. അഭയാർത്ഥികളുടെ പ്രായം കണ്ടെത്താൻ UK അതിർത്തികളിൽ അടുത്ത വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം. കുട്ടികളെന്ന വ്യാജേന പ്രായപൂർത്തിയായ അഭയാർത്ഥികൾ UK-യിലേക്ക് കടക്കുന്നത് തടയാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സാങ്കേതികവിദ്യ അടുത്ത വർഷം മുതൽ അതിർത്തികളിൽ നടപ്പിലാക്കാൻ UK സർക്കാർ ഒരുങ്ങുന്നു. അതിർത്തിയിൽ വെച്ചെടുക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്ത് പ്രായം കണക്കാക്കുന്ന ഈ പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനായി അക്തർ കമ്പ്യൂട്ടേഴ്സ് എന്ന കമ്പനിയുമായി ഹോം ഓഫീസ് കരാർ ഒപ്പിട്ടു. 3 വർഷത്തേക്ക് 3,22,000 പൗണ്ട് ചെലവ് വരുന്ന ഈ പദ്ധതി 2027 പകുതിയോടെ പൂർണ്ണമായി നിലവിൽ വരും. ചാനൽ കടന്ന് ചെറിയ ബോട്ടുകളിൽ UK-യിലെത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 14% വർധനവോടെ 2025 ജൂൺ വരെയുള്ള ഒരു വർഷത്തിൽ മാത്രം 1,11,084 പേർ UK-യിൽ അഭയം തേടി. കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ കുട്ടികളെന്ന് അവകാശപ്പെട്ടെത്തിയ 6,400 അഭയാർത്ഥികളിൽ 43% പ്രായപൂർത്തിയായവരാണെന്ന് പരിശോധനകളിൽ കണ്ടെത്തിയിരുന്നു. നിലവിൽ എക്സ്റേ, MRI സ്കാനിംഗ് എന്നിവ വഴിയാണ് പ്രായം നിർണ്ണയിക്കുന്നത്. എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഈ പുതിയ നീക്കത്തെ ശക്തമായി എതിർത്തു. തെളിയിക്കപ്പെടാത്ത സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് യഥാർത്ഥ കുട്ടികളായ അഭയാർത്ഥികൾക്ക് ലഭിക്കേണ്ട നിയമപരമായ സുരക്ഷയും അവകാശങ്ങളും നഷ്ടപ്പെടുത്തുമെന്നും ഈ ക്രൂരമായ നീക്കം ഉപേക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. GP-മാരുടെ ജോലിഭാരം കുറയ്ക്കാൻ UK-യിൽ ഫാർമസികൾക്ക് കൂടുതൽ മരുന്നുകൾ കുറിച്ചു നൽകാൻ അനുമതി. ബ്രിട്ടനിലെ ആശുപത്രികളിലെയും ജനറൽ പ്രാക്ടീഷണർമാരുടെയും അമിത ജോലിഭാരം കുറയ്ക്കുന്നതിനും രോഗികൾക്ക് വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനുമായി വരുന്ന ശരത്കാലം മുതൽ ഇംഗ്ലണ്ടിലെ ഫാർമസികൾക്ക് കൂടുതൽ മരുന്നുകൾ നേരിട്ട് കുറിച്ചു നൽകാൻ UK സർക്കാർ അനുമതി നൽകുന്നു. നിലവിൽ ഫാർമസി ഫസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി തൊണ്ടവേദന, ചെവിവേദന, ഷിംഗിൾസ് ഉൾപ്പെടെയുള്ള 7 സാധാരണ അസുഖങ്ങൾക്ക് ഫാർമസിസ്റ്റുകൾക്ക് മരുന്ന് നൽകാൻ അനുവാദമുണ്ട്. ഈ പട്ടികയിലേക്ക് 5 സാധാരണ രോഗങ്ങൾ കൂടി പുതുതായി ഉൾപ്പെടുത്താനാണ് 340 മില്യൺ പൗണ്ടിൻ്റെ പുതിയ നിക്ഷേപത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. രോഗികൾക്ക് വീട്ടുപടിക്കൽ തന്നെ വേഗത്തിൽ പരിചരണം ഉറപ്പാക്കാൻ ഫാർമസിസ്റ്റുകളുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തണമെന്ന്
ഹെൽത്ത് മിനിസ്റ്റർ സ്റ്റീഫൻ കിനോക്ക് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷങ്ങൾ 3.3 മില്യണിലധികം കൺസൾട്ടേഷനുകളാണ് ഈ പദ്ധതി വഴി നടന്നത്. എന്നാൽ നാഷണൽ ഫാർമസി അസോസിയേഷൻ ഈ പുതിയ പാക്കേജിൽ അതൃപ്തി രേഖപ്പെടുത്തി. വർദ്ധിച്ചുവരുന്ന ബിസിനസ് നികുതികൾ, മരുന്ന് വിലക്കയറ്റം എന്നിവ പരിഹരിക്കാൻ ഈ ഫണ്ട് തികയില്ലെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആവശ്യത്തിന് ഫണ്ട് നൽകാതെ അധിക ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പല സ്വതന്ത്ര ഫാർമസികളെയും പൂട്ടിക്കെട്ടലിലേക്ക് നയിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. കുറഞ്ഞ വേതന പരിഷ്കരണം തിരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പിലാക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് UK സർക്കാർ പിന്നോട്ടോ? UKയിലെ മുതിർന്ന എല്ലാ പൗരന്മാർക്കും തുല്യമായ കുറഞ്ഞ വേതനം ഉറപ്പാക്കുമെന്ന തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വാഗ്ദാനം പാർലമെന്റിന്റെ ഈ കാലാവധിക്കുള്ളിൽ തന്നെ നടപ്പിലാക്കാൻ ലേബർ പാർട്ടി ബാധ്യസ്ഥരല്ലെന്ന് പെൻഷൻ മന്ത്രി ടോസ്റ്റൺ ബെൽ വ്യക്തമാക്കി. യുവജനങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പ്രായവിവേചനപരമായ കുറഞ്ഞ വേതന വ്യവസ്ഥകൾ പെട്ടെന്ന് മാറ്റരുതെന്ന മുൻ ഹെൽത്ത് സെക്രട്ടറി അലൻ മിൽബേണിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യവേതനം നൽകുന്നത് കമ്പനികൾ യുവാക്കളെ ജോലിക്ക് എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നാണ് മിൽബേൺ ചൂണ്ടിക്കാണിക്കുന്നത്. മറുവശത്ത് യുവാക്കൾക്ക് കുറഞ്ഞ വേതനം നിശ്ചയിക്കുന്നത് വലിയ തെറ്റാണെന്ന് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ഇതോടെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. മാനിഫെസ്റ്റോയിൽ കുറഞ്ഞ വേതന നിരക്കുകൾ ഒരുമിച്ച് കൊണ്ടുവരുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്നത്തേക്ക് പൂർത്തിയാക്കണമെന്ന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് ടോസ്റ്റൺ ബെൽ ന്യായീകരിച്ചു. കുറഞ്ഞ വേതനം നിശ്ചയിക്കുന്ന സ്വതന്ത്ര സ്ഥാപനമായ ലോ പേ കമ്മീഷൻ നൽകുന്ന ഉപദേശങ്ങളിലൂടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. തൊഴിലവസരങ്ങളെ ബാധിക്കാത്ത രീതിയിൽ മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓൺലൈൻ ഹോം ഡെലിവറി വിപുലീകരിക്കാൻ വൻ കരാർ. ഒക്കാഡോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ഒരുങ്ങി അസ്ദ. UKയിലെ മൂന്നാമത്തെ വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ അസ്ദ തങ്ങളുടെ ഹോം ഡെലിവറി സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പ്രമുഖ ഓൺലൈൻ ഗ്രോസറി ടെക്നോളജി കമ്പനിയായ ഒക്കാഡോയുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചു. 2027 തുടക്കം മുതൽ അസ്ദയുടെ വെബ്സൈറ്റ് വഴിയുള്ള ഓർഡറുകൾക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഡാർക്ക് സ്റ്റോറുകൾ വഴിയുള്ള വിതരണത്തിനും ഒക്കാഡോയുടെ ആധുനിക സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന് ഇരു കമ്പനികളും സംയുക്തമായി പ്രഖ്യാപിച്ചു. കൂടാതെ ഊബർ ഈറ്റ്സ്, ഡെലിവറു, ജസ്റ്റ് ഈറ്റ് തുടങ്ങിയ മൂന്നാം കക്ഷി ആപ്പുകൾ വഴിയുള്ള ഓർഡറുകൾ നിയന്ത്രിക്കാനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കും. അടുത്തിടെ വിപണിയിൽ നേരിട്ട തകർച്ചയും ജർമ്മൻ ഡിസ്കൗണ്ട് ബ്രാൻഡുകളായ ആൽഡി, ലിഡിൽ എന്നിവയിൽ നിന്നുള്ള കടുത്ത മത്സരവും നേരിടാനാണ് അസ്ദയുടെ ഈ പുതിയ നീക്കം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അസ്ദയുടെയും UK വിപണി വിഹിതം 14.3% നിന്നും 11.5% താഴ്ന്നിരുന്നു. നിലവിൽ റോബോട്ടുകൾ ഉപയോഗിച്ചുള്ള വലിയ വെയർഹൗസുകൾ ഒക്കാഡോ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിലും അസ്ദയുമായുള്ള ഈ കരാറിൽ റോബോട്ടിക് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പുതിയ പങ്കാളിത്ത വാർത്ത പുറത്തു വന്നതോടെ ഓഹരി വിപണിയിൽ ഒക്കാഡോയുടെ ഓഹരി വിലയിൽ 9% വൻ കുതിച്ചുചാട്ടമുണ്ടായി. അമേരിക്കയിലെയും കാനഡയിലെയും ബിസിനസ് തിരിച്ചടികൾക്ക് ശേഷം ഒക്കാഡോയ്ക്ക് ലഭിച്ച വലിയൊരു ആശ്വാസമാണിത്. UKയിൽ മെയ് 31 മെയ്ഡ്സ്റ്റോൺ സൂപ്പർ കിങ്സ് ഹാർഡ്ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിഭവസമൃദ്ധമായ നാടൻ ഭക്ഷണങ്ങളോടെ 5ാം സീസൺ. UKയിലെ ക്രിക്കറ്റ് പ്രേമികൾക്കായി മെയ്ഡ്സ്റ്റോൺ സൂപ്പർ കിങ്സ് ക്രിക്കറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ 5ാം സീസൺ ഹാർഡ്ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നു. 2026 മെയ് 31 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ മെയ്ഡ്സ്റ്റോണിലെ ഓക്വുഡ് പാർക്ക് ഗ്രൗണ്ടിലാണ് ആവേശകരമായി ഈ മത്സരം നടക്കുക. ആകെ 6 ടീമുകൾ 2 പൂളുകളായി തിരിഞ്ഞാണ് മത്സരങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. ഗില്ലിംഗ്ഹാം CC, റോയൽ സ്ട്രൈക്കേഴ്സ്, വൂൾഫ് സ്ട്രൈഡ് CC തുടങ്ങിയ പ്രമുഖ ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം 4:45 ആവേശകരമായ ഫൈനൽ മത്സരം നടക്കുക. ക്രിക്കറ്റ് മത്സരങ്ങൾക്കൊപ്പം കാണികൾക്കായി പ്രശസ്തമായ ഗ്രാൻഡ് കേരള കാറ്ററേഴ്സ് ഒരുക്കുന്ന വിഭവസമൃദ്ധമായ നാടൻ മലയാളി ഭക്ഷണമേളയും ടൂർണമെൻറ്റിൻ്റെ പ്രധാന ആകർഷണമാണ്. പ്രഭാത ഭക്ഷണമായി അപ്പവും ചിക്കൻ കറിയും, ഉച്ചഭക്ഷണത്തിന് നാടൻ പൊതിച്ചോറ്, ചിക്കൻ ദം ബിരിയാണി, പഴംപൊരിയും ബീഫും, കപ്പയും ബോട്ടി ഫ്രൈയും എന്നിവ ലഭ്യമായിരിക്കും. കൂടാതെ വൈകുന്നേരത്തെ പലഹാരങ്ങളും വിവിധതരം കോൾഡ് ജ്യൂസും സ്റ്റോളിൽ ഉണ്ടായിരിക്കും. പ്രഭാത ഭക്ഷണവും പൊതിച്ചോറും ആവശ്യമുള്ളവർ മുൻകൂട്ടി ഓർഡർ ചെയ്യേണ്ടതാണ്. കായിക ആവേശവും നാടൻ രുചികളും ഒത്തുചേരുന്ന ഈ ദിനത്തിലേക്ക് എല്ലാ മലയാളി കുടുംബങ്ങളെയും സംഘാടകർ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.